പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ തിരുവചന പഠനത്തോടനുബന്ധിച്ച് നമുക്ക് ഈ മീഡിയയിലൂടെ ഒരുമിച്ച് സന്ധിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതായ പ്രതിവാര ദൈവവചന പഠന പരമ്പരയുടെ 15ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഈ ആഴ്ചയിൽ നമുക്ക് അവസരം നൽകിയല്ലോ. വിശിഷ്യാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന, മാത്രമല്ല ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ചീഫ് അഡ്മിനായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായിരിക്കുന്ന തോമസ് ടെറിയാൻ അവറുകൾ, അതുപോലെ ഈ മിനിസ്ട്രിക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരായിരിക്കുന്ന കർത്തൃദാസന്മാർ, ഈ ലൈവ് ക്ലാസ്സിൽ സശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ 14 എപ്പിസോഡുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യേശുവിൻ്റെ ജീവിതവും ഉപദേശം എന്ന് പറയുന്ന ഒരു വിഷയത്തെ ആസ്പദീകരിച്ചാണല്ലോ ഈ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അതിൻ്റെ 14ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിക്കാനിടയായത്. ഗത്സമനയിലുള്ളതായ യേശുവിൻ്റെ ആ പ്രാർത്ഥനയും, അതുപോലെ തന്നെ തൻ്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന ചില മാതൃകകൾ ആ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടർന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു താൻ കോടതിയുടെ മുൻപിലേക്ക് കടന്നു പോകുന്ന ഒരു രംഗമാണ് തുടർന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഗത്സമനയിലുള്ളതായ യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് യേശുവിനെ പിടിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു പ്രാർത്ഥിച്ച അനന്തരമായിട്ട് യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുന്ന റോമൻ പടയാളികളെ കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന യഹൂദന്മാരുടെ മതപ്രമാണികൾ, മതപുരോഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വലിയ ജനാവലി തന്നെയാണ് യേശുവിനെ ഗത്സമന തോട്ടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 18ാമത്തെ അധ്യായം അതിൻ്റെ 1ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോട് കൂടെ പോയിരുന്നതുകൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് തീവെട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തു വന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസറനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവനോടുകൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസറനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്നെയാകുന്നു തിരഞ്ഞതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. നീ എനിക്ക് തന്നതിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. അപ്പോൾ ഈ സംഭവം നമുക്കറിയാം. കെദ്രോൻ തോട്ടിന് അക്കരെയുള്ള ഗത്സമൻ എന്ന് പറയുന്ന തോട്ടത്തിൽ വെച്ച് യേശുവിനെ ചേവകരും അതുപോലെ തന്നെ പരീശന്മാരും അതുപോലെ മഹാപുരോഹിതന്മാരും ഒക്കെ അയച്ചതായി ചേവകന്മാർ വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ തങ്ങൾ പിടിക്കാൻ പോകുന്ന യേശുവിനെ സംബന്ധിച്ചുള്ള അവരുടെ ആ ഒരു ആശങ്കയ്ക്ക് അറുതി വരുത്തുന്ന യേശു തന്നെ പറയുകയാണ്, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? നിങ്ങൾ തിരയുന്ന മനുഷ്യൻ ഞാൻ തന്നെയാണെന്നുള്ള യേശു 2 വട്ടം പറഞ്ഞു. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് യൂദ മുൻപോട്ട് കടന്നു വന്ന യേശുവിനെ എന്ത് ചെയ്യുകയാണ്? ചുംബനത്തിലൂടെ
താൻ കാട്ടിക്കൊടുത്ത് അങ്ങനെ യേശുവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ യേശു ആരാണെന്നുള്ളതായ വെളിപ്പെടുത്തൽ ആ തോട്ടത്തിൽ താൻ പരസ്യമായിട്ട് അറിയിച്ചു. 2 പ്രാവശ്യം യേശു പറഞ്ഞപ്പോൾ യൂദയ്ക്ക് ഒരു പക്ഷേ ചുംബനത്താൽ യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം യേശു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. എന്നാൽ അവനാണെന്ന് വ്യക്തത വരുത്തേണ്ടതിന്, ഉറപ്പാക്കേണ്ടതിന് യൂദ മുൻപോട്ട് കടന്നു എന്ന് യേശുവിനെ ചുംബിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ യേശുവിനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് അവർ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? യഹൂദന്മാരുടെ മതകോടതിയിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, അവിടെ മുതൽ യേശുവിനെ വിസ്തരിക്കുന്ന വിവിധ വിസ്താര വേളകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹൂദന്മാരുടെ ഔദ്യോഗികമായിരിക്കുന്ന ന്യായാധിപ സംഘമാണ്, അല്ലെങ്കിൽ ഔദ്യോഗികമായിരിക്കുന്ന മതകോടതിയാണ് സെൻഹദ്രിം എന്ന് പറയപ്പെടുന്നത്. ഏകദേശം 70 പേരടങ്ങുന്ന ഒരു കൗൺസിലാണ് ഈ സെൻഹദ്രിം എന്ന് പറയുന്നത്. അതിന് മറ്റ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ സന്നിധിത്തിന്റെ അല്ലെങ്കിൽ ആ മതകോടതിയുടെ തലവൻ എന്ന് പറയുന്നത് അതാത് കാലഘട്ടങ്ങളിലെ മഹാപുരോഹിതന്മാരായി. ആ മഹാപുരോഹിതനാണ് ആ കോടതിയുടെ തലവനായിട്ട് വിസ്താരങ്ങൾ നടത്തുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഈ ക്രൂശീകരണ സമയത്ത് ഈ സൻഹദ്രിം സംഘത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഈ മതകോടതിയുടെ തലവൻ എന്ന് പറയുന്ന കയ്യഫാവാണ്. മാത്രമല്ല, ആ കാലഘട്ടങ്ങളിൽ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു സമയത്ത് ഒരു മഹാപുരോഹിതൻ മാത്രമേ കാണാവൂ. ആ മഹാപുരോഹിതൻ മരിച്ച ശേഷം മാത്രമേ മറ്റൊരു മഹാപുരോഹിതൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ സംഘത്തിന്റെ തലവനായിട്ട് അവരോധിക്കാനായിട്ട് പാടുള്ളൂ. എന്നാൽ യഹൂദന്മാർ റോമ ഗവൺമെന്റിന്റെ അധീനതയിലായതോടുകൂടി മഹാപുരോഹിതന്മാരെ നിയമിക്കുക എന്നുള്ളത് റോമ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽപ്പെട്ടതായി മാറാനിടയായിരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും മഹാപുരോഹിതന്മാരെ നിയമിക്കുന്നത് നേരിട്ട് റോമിൽ നിന്നാണെങ്കിൽ റോമ ഗവൺമെന്റിന്റെ അധികാരത്തിലൂടെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ തന്നെ യഹൂദന്മാർ അസ്വസ്ഥരാണ്. കാരണം തങ്ങളുടെ മേൽ മേൽക്കൊയ്മ നടത്തുന്ന, തങ്ങളെ ഭരിക്കുന്നതായ ഒരു 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 സാമ്രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റാണ് റോമ ഗവൺമെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ നിയമങ്ങൾക്ക് തങ്ങൾക്ക് വേണ്ട പോലെ സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് അവരെ പലപ്പോഴും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും റോമ ഗവൺമെന്റിന്റെ ആധിപത്യത്തിന് കീഴിലിരിക്കുന്ന കാലം യഹൂദന്മാർക്ക് സ്വയമേയായിട്ട് പ്രവർത്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കുവാനോ കഴിയത്തില്ല. മാത്രമല്ല, വധശിക്ഷ ഒഴികെയുള്ള മറ്റെല്ലാ ശിക്ഷാ നടപടികൾക്കും സൻഹദ്രിം സംഘത്തിന് അനുവാദമുണ്ട് അത് ചെയ്യാൻ. എന്നാൽ വധശിക്ഷ പോലുള്ളതായിരിക്കുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് അതിന് അല്ലെങ്കിൽ അതിന് അനുമതി കൊടുക്കുന്നത് റോമ ഗവൺമെന്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ യേശുവിനെ വിസ്താര വേളകളിലെല്ലാം നമുക്ക് ആദ്യമായിട്ട് യഹൂദന്മാരുടെ മതകോടതിയായിരിക്കുന്ന സൻഹദ്രിം സംഘത്തിലേക്കാണ് യേശുവിനെ ആദ്യമേ കൊണ്ടുപോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. പട്ടാളവും സഹസ്രാധിപന്മാരും യഹൂദന്മാരുടെ സേവകരും യേശുവിനെ പിടിച്ചു കെട്ടി ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അമ്മായപ്പനായിരുന്നു. കയ്യഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നു നന്നെന്ന യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ. അപ്പോൾ ഹന്നാവ് എന്ന് പറയുന്ന പുരോഹിതന്റെ അടുക്കലേക്കാണ് ആദ്യം യേശുവിനെ കൊണ്ടുപോകുന്നത്. ഹന്നാവ് ആരാണെന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. കയ്യഫാവിൻ്റെ ഭാര്യ ഈ ഹന്നാവിൻ്റെ മകളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹന്നാവിൻ്റെ മരുമോനാണ് കയ്യഫാവ്. അപ്പോൾ
ഹന്നാവിൻ്റെ അടുക്കിലേക്ക് യേശുവിനെ പിടിച്ചു കൊണ്ടുപോയെങ്കിലും അവിടെ യേശുവിനോട് ചില കാര്യങ്ങൾ അവിടെ ചോദിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 19 വാക്യം, മഹാപുരോഹിതൻ യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെ ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കുക എന്ന് പറഞ്ഞത് അവനറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനിങ്ങനെ പറയുമ്പോൾ പടയാളികൾ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെ ഉത്തരം പറയുന്നതെന്ന് പറഞ്ഞു. യേശുവിൻ്റെ കർണത്തടിച്ചു. യേശു അവനോട്, ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്തെന്ന് പറഞ്ഞു. ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അടുക്കൽ അയച്ചു. അപ്പോൾ ഒന്നാമതായി യേശുവിനെ ഗത്സമനയിൽ നിന്ന് ചേവകരും അതുപോലെ തന്നെ പ്രമാണികളെല്ലാം പിടിച്ചു കെട്ടി ഹന്നാവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? തൻ്റെ മേലുള്ള കുറ്റം ആരോപിച്ച് തനിക്ക് ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഹന്നാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹന്നാവ് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യേശു കൊടുക്കുന്ന മറുപടി ഹന്നാവിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ആ ഭാഗം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. 21 വാക്യം, നീ എന്നോട് ചോദിക്കുന്നെന്ത്? ഞാൻ സംസാരിച്ചെന്ന് നേട്ടവരോട് ചോദിക്കുക, ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനിങ്ങനെ പറയുമ്പോൾ പടയാളികൾ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെ ഉത്തരം പറയുന്നെന്ന് പറഞ്ഞ് യേശുവിൻ്റെ കന്നത്തടിച്ചു. അപ്പോൾ യേശുവിൻ്റെ മറുപടി ഹന്നാവ് എന്ന് പറയുന്ന മഹാപുരോഹിതനെ ധിക്കരിച്ചു കൊണ്ടാണ് എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞപ്പോൾ അരികെ നിന്ന പടയാളി യേശുവിൻ്റെ കർണത്തടിക്കാനിടയായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യം കൂടാതെ അവനെ വിസ്തരിക്കാനോ അവൻ്റെ മേലുള്ള കുറ്റം തെളിയിക്കാനോ കഴിയുകയില്ല. സാക്ഷിവാചകം അല്ലെങ്കിൽ സാക്ഷി നിർബന്ധമാണ്. മാത്രമല്ല, വിസ്താരത്തിന് മുമ്പ് അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ആ കുറ്റവാളിയെ ഉപദ്രവിക്കുന്നത്, അടിക്കുന്നത് പോലും യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് അനുവദനീയമല്ല. അപ്പോൾ ഇത് രണ്ടും ഇവിടെ പരസ്യമായി ലംഘിക്കപ്പെടുകയാണ്. ഏതാണ്? യേശുവിനെ സാക്ഷികൾ കൂടാതെ വിസ്തരിക്കുന്നു. രണ്ടാമത്, യേശുവിനെ ന്യായപ്രമാണത്തിൻ്റെ ലംഘനമായിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് യേശുവിനെ ശിക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും അവിടെ പരസ്യമായി ചോദിക്കുന്ന ഒരവസരമുണ്ടാകുകയാണ്. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 23 വാക്യം, യേശു അവനോട്, ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ തെളിവ് കൊടുക്കുക. അപ്പോൾ ഒരു തെളിവിന് അല്ലെങ്കിൽ ഒരു സാക്ഷി അവിടെ ആവശ്യമാണ്. അതില്ലാത്തിടത്തോളം കാലം യേശുവിൻ്റെ മേലുള്ള കുറ്റം തെളിയപ്പെടുകയില്ല. 2, കുറ്റവാളി ഒരു കുറ്റക്കാരനാണെന്ന് തെളിയിക്കാതിരിക്കുന്നിടത്തോളം കാലം അവനെ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം ഇവിടെ പരസ്യമായി ലംഘിക്കപ്പെടുകയാണ്. കാരണം പടയാളിയിൽ ഒരുത്തൻ അവൻ്റെ കന്നത്തടിച്ചു. അപ്പോൾ ഹന്നാവിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ അടുത്തതായിട്ട് അവർ ചെയ്യുന്നത് നേരെ യേശുവിനെ കയ്യഫാവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുകയാണ്. 24 വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിച്ചത്. ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായ മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അടുക്കൽ അയച്ചു. ഞാൻ ആദ്യം പറഞ്ഞു കയ്യഫാവ് ആരാണ്. ഹന്നാവും കയ്യഫാവും എന്നുള്ള ബന്ധം എന്താണെന്ന് കണ്ടു. കാരണം ഇവർ അമ്മായിപ്പനും മരുമകനും എന്നുള്ള ബന്ധമാണ് ഇവർ തമ്മിൽ. ഹന്നാവ് അമ്മായിപ്പനും കയ്യഫാവ് മരുമകനുമാണ്. മാത്രമല്ല, കയ്യഫാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടെയാണ്. ഇവിടെ റോമ ഗവൺമെൻറ്റിന് വളരെ സ്വാധീനം ചെലുത്തപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് കയ്യഫാവ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മഹാപുരോഹിതന്മാരെ നിയമിക്കുന്നതും വാഴിക്കുന്നതും റോമ ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ നിലയിൽ ഹന്നാവിന് വേറെ 4 ആൺമക്കളുണ്ട്. അവരെല്ലാം ഇതിന് ശേഷം മഹാപുരോഹിതന്മാരായി വരേണ്ടവരാണ്. എന്നാൽ വളരെ വൈദഗ്ധ്യമായിട്ട് ആ സ്ഥാനത്തേക്ക് മരുമകനായിരിക്കുന്ന കയ്യഫാവ് കയറി വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം റോമ ഗവൺമെൻറ്റിൽ തനിക്കുള്ള പിടിപാടാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കയ്യഫാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഔദ്യോഗികമായിരിക്കുന്ന സൈനിക സംഘത്തിൻ്റെ തലവനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ അമ്മായിപ്പനായിരിക്കുന്ന ഹന്നാവ്
താൻ ചെയ്തുകൊണ്ടിരുന്ന കർത്തവ്യം എന്ന് പറയുന്നത് ആലയത്തിൻ്റെ നടക്കുന്നതായ കച്ചവടങ്ങളുടെയൊക്കെ മേൽനോട്ടം തനിക്കായിരുന്നു. നമുക്കറിയാം, ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദേവാലയത്തിൽ നടക്കുന്ന കച്ചവടങ്ങൾ യേശു കണ്ടിട്ട് യേശു ചെയ്ത കാര്യം നമുക്കറിയാം. അവർ ചമ്മട്ടി ഉണ്ടാക്കി എല്ലാവരും അടിച്ച് പുറത്താക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞ് ഒരാലയ ശുദ്ധീകരണം യേശു അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഹന്നാവിനെ സംബന്ധിച്ച് അത്ര സന്തോഷം നൽകുന്നതല്ല. കാരണം അക്കാലഘട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ഈ കച്ചവടങ്ങളൊക്കെ തൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ആ ഒരു അധികാര പരിധിയിൽ കൈകടത്തിക്കൊണ്ട് താൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ യേശുവിനോടുള്ള ബന്ധത്തിൽ ഹന്നാവിന് വളരെ അസ്വസ്ഥതയുണ്ടായി. എങ്ങനെയെങ്കിലും യേശുവിനെ ശിക്ഷിക്കണമെന്നുള്ളതായ ചിന്താഗതിയിലായിരുന്നു ഹന്നാവ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ സാക്ഷികളുടെ അഭാവത്തിൽ തനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. നേരെ കയ്യഫാവിൻ്റെ അടുക്കിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കയ്യഫാവിൻ്റെ മുമ്പിൽ താൻ വന്നിട്ട് താൻ അവിടെ വിസ്തരിക്കപ്പെടുന്ന രംഗം നമുക്ക് കാണുകയാണ്. മതപരമായിരിക്കുന്ന ഒരു വിസ്താരത്തിൻ്റെ അന്തിമ വാക്കെന്ന് പറയുന്നത് എപ്പോഴും സന്നിഹിത സംഘമാണ്. അതാണ് യഹൂദന്മാരുടെ ഔദ്യോഗിക മതകോടതിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, എന്നാൽ ഒരു വധശിക്ഷ പോലുള്ളതായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത് റോമ ഗവൺമെൻറ്റാണ്. എന്നാൽ ഇവിടെ കയ്യഫാവിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം ഒരു സാധോക്ക് വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ തന്നെ ഒരു ധനാഠ്യനായിരിക്കുന്ന മനുഷ്യനും കൂടെയാണ്. യോസഫ് കയ്യഫാവ് എന്നാണ് ഇയാളുടെ മുഴുവൻ പേര്. അദ്ദേഹം AD 18 മുതൽ 36 വരെ മഹാപുരോഹിതനായി സേവനമനുഷ്ഠിക്കുന്ന ഒരു കാലയളവായിരുന്നത്. അങ്ങനെ ഹന്നാവിൻ്റെ മകള് വിവാഹം കഴിച്ചതിലൂടെ തനിക്ക് ഒത്തിരി ശ്രേയസ്സും ഒത്തിരി പ്രശസ്തിയൊക്കെ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടാകാനിടയായിത്തീർന്നു. മാത്രമല്ല, ഹന്നാവിൻ്റെ 4 പുത്രന്മാർ തുടരെ മഹാപുരോഹിതന്മാരായെങ്കിലും അതിനുശേഷം വളരെ സ്വാധീനം ചെലുത്തക്ക രീതിയിൽ ഭരണകാര്യങ്ങൾ, യഹൂദന്മാരുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഈ കയ്യഫാവായി. അങ്ങനെ ഈ കാലഘട്ടങ്ങളിലാണ് തൻ്റെ ആ ഒരു പ്രതാപ കാലഘട്ടത്തിലാണ് യേശുവിനെ ക്രൂശീകരിക്കുന്നത്. അതായത് കയ്യഫാവിൻ്റെ ആ നല്ല കാലഘട്ടത്തിൽ. അപ്പോൾ തന്നെ കൈസറുമായിട്ടുള്ള ഒരു വലിയ ബന്ധം ഈ കയ്യഫാവ് നിലനിർത്തിയിരുന്നു. അതെല്ലാം തൻ്റെ ഉദ്യോഗത്തിന്, തൻ്റെ ചുമതലകൾക്കൊക്കെ വളരെ അധികം പ്രയോജനപ്പെട്ടു എന്നുള്ളത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം, പീലാത്തോസ് എന്ന് പറയുന്ന ആളാണ് റോമ ഗവൺമെൻറ്റിൻ്റെ ഗവർണറായി പാലസ്തീനിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോമ ഗവൺമെൻറ്റുമായിട്ട് ഒരു നല്ല ബന്ധം കയ്യഫാവ് എന്ന് പറയുന്ന മഹാപുരോഹിതനുള്ളത് കൊണ്ട് പലപ്പോഴും ഈ ഗവർണറായിരിക്കുന്ന പീലാത്തോസും കയ്യഫാവും തമ്മിൽ ഉള്ള ബന്ധം വളരെ ശ്രദ്ധാപൂർവമാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഏതെങ്കിലും ഒരു വീഴ്ച ഈ പീലാത്തോസിൻ്റെ ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളൊക്കെ പറയാറുണ്ട് നല്ല പിടിയുണ്ട് അല്ലേ, ഉന്നതങ്ങളിൽ നല്ല പിടിപാടുള്ള മനുഷ്യൻ എന്ന നിലയിൽ കയ്യഫാവ് റോമ ഗവൺമെൻറ്റിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പീലാത്തോസിന് വളരെ അപകടം ഉണ്ടാകും. അതുകൊണ്ട് അവർ തമ്മിലുള്ള നല്ല ടേംസിലാണ് പോകാൻ എപ്പോഴും അവർ ശ്രദ്ധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, യേശു കർത്താവിനെ ഒരു വ്യാഴാഴ്ച അർദ്ധരാത്രിയിലാണ് അവൻ്റെ വിസ്താരങ്ങളൊക്കെ നടക്കുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഹന്നാവിൻ്റെ മുമ്പിൽ യേശു കൊടുത്ത മറുപടി, ഒന്ന്, തെളിവില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് യേശുവിനെ അവിടുന്ന് ഹന്നാവ് കയ്യഫാവിൻ്റെ അടുക്കലേക്ക് വിടേണ്ടതായിട്ട് വന്നു. എന്നാൽ വീണ്ടും ഹന്നാവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ തെളിവുകൾ സഹിതം, കയ്യഫാവിന് മുമ്പിൽ നിൽക്കുമ്പോൾ തെളിവുകൾ സഹിതമാണ് ഇവിടെ യേശുവിനെ അവർ വിസ്തരിക്കുന്നത്. നമുക്കറിയാം, ഒരിക്കൽ യേശു കർത്താവ് ഇങ്ങനെ പറയാനിടയായിത്തീർന്നു. യെരൂശലേം ദേവാലയത്തെ സംബന്ധിച്ചുള്ള കാര്യം പറയുന്നത്, ഈ മന്ദിരം നിങ്ങൾ പൊളിക്കുവിൻ, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയും. അപ്പോൾ യേശുവിൽ ഏതെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുവാനുള്ള അശ്രാന്ത പരിശ്രമം
ഈ മഹാപുരോഹിതന്മാരടക്കമുള്ള ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കുറ്റം കണ്ടുപിടിക്കാൻ കഴിയത്തക്ക നിലയിൽ യേശു പറഞ്ഞ വാക്ക് അവർ മഹാപുരോഹിതനായിരിക്കുന്ന കയ്യഫാവിന് മുമ്പിൽ എടുത്തിട്ടു. അവർ പറഞ്ഞ വാക്കുകൾ ഒരു കള്ളസാക്ഷികളുടെ അകമ്പടിയോടെയാണ് അത് പറയുന്നത്, അല്ലെ? കള്ളസാക്ഷികളാണ് അവിടെ വന്ന് പലരും പറഞ്ഞു. യേശുവിനെതിരെ അങ്ങനെ ഒരു കള്ളസാക്ഷ്യം പറയത്തക്ക നിലയിൽ കള്ളസാക്ഷികളെ വരെ അവർ അണിനിരത്താനിടയായിരുന്നു. കാരണം കന്നാവിൻ്റെ മുമ്പിൽ സാക്ഷിയില്ലായിരുന്നു, തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിനെ അവിടുന്ന് അവർക്ക് പറഞ്ഞു വിടേണ്ടതായിട്ട് വന്നു. എന്നാൽ കയ്യഫാവിൻ്റെ മുമ്പിൽ വരുമ്പോൾ സാക്ഷികളുടെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് കള്ളസാക്ഷികളെ നിരത്തി അവർ യേശുവിൻ്റെ മേൽ ആരോപിച്ച കുറ്റം എന്ന് പറയുന്നത് മന്ദിരത്തോടുള്ള ബന്ധത്തിലാണ്. ഈ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് ഇവൻ വീണ്ടും പണിയും, അല്ലെങ്കിൽ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് യേശുവിനെതിരെ അവർ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ കയ്യഫാവ് നോക്കിയിരിക്കുക, ഒരു കച്ചിത്തുരുമ്പെങ്കിലും പിടികിട്ടി അല്ലെങ്കിൽ പിടിച്ച് യേശുവിനെ വല്ല വിധേനയും ആ ശിക്ഷ നടപ്പാക്കണമെന്നുള്ള അതിയായ ഒരു താല്പര്യത്തിലാണ് കയ്യഫാവ് പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ കള്ളസാക്ഷ്യം ഈ കയ്യഫാവിന് മുമ്പിൽ നിർത്തുന്നത്. മാത്രമല്ല, രണ്ടാമത് തന്നെക്കുറിച്ച് അവർ ആരോപിക്കുന്നത് യേശു തന്നെത്താൻ ദൈവപുത്രൻ, അല്ലെങ്കിൽ യേശു ദൈവത്തിനായി ക്രിസ്തു എന്ന് സ്വയം താൻ ആ വിശേഷണം ഏറ്റെടുത്തു എന്നുള്ളത് യേശുവിൻ്റെ മേൽ ആരോപിച്ച് അടുത്തൊരു കുറ്റമാക്കി. യേശു തന്നെത്താൻ ദൈവത്തിനായി ക്രിസ്തു എന്ന് പറഞ്ഞതായിരുന്നു അവൻ്റെ മേൽ ആരോപിച്ച രണ്ടാമത്തെ കുറ്റം. എന്നാൽ ആ ആരോപണം തെളിയിക്കാൻ മതിയായ സാക്ഷികളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ സാക്ഷികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കയ്യഫാവ് നേരിട്ട് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ വന്ധ്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ? അതിന് യേശു ഞാനാകുന്നു എന്ന് അവൻ പറയുകയാണ്. അപ്പോൾ വളരെ ദൃഢമായ നിലകളിലാണ് യേശു കയ്യഫാവിന് മറുപടി കൊടുത്തത്. നീ വന്ധ്യനായ പുത്രനായ ക്രിസ്തുവോ? ആ ചോദ്യത്തിന് യേശു പറയുന്നു ഞാനാകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഇനിയിപ്പോൾ സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല. പുരോഹിതൻ തന്നെ സമ്മതിച്ചു, ഇവൻ ദൈവദൂഷണം പറയുകയാണ്. കാരണം ദൈവത്തോട് അവൻ സമനാക്കി മാറ്റി, ഞാൻ വന്ധ്യനായ പുത്രൻ്റെ ക്രിസ്തു. കാരണം യഹൂദന്മാരുടെ ഒരു വലിയ പ്രതീക്ഷയാണ് എന്ത്? തങ്ങളുടെ ക്രിസ്തു, അഥവാ ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശിഹ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. എബ്രായ വാക്കിൽ അത് മസയ എന്നാണ്, മസിയാഹ് എന്നുള്ള വാക്കാണ് എബ്രായിൽ കൊടുത്തിരിക്കുന്നത്. മസിയാഹ് എന്ന് പറഞ്ഞാലും ക്രിസ്റ്റോസ് എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാലും ക്രിസ്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്, രാജാവെന്നാണ്. അപ്പോൾ അവർ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന മഷിഹ അഥവാ രാജാവ് ഈ നിൽക്കുന്നവനാണ്, അല്ലെങ്കിൽ ഈ യേശുവാണ് എന്നുള്ളത് യേശു പരസ്യമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയ്യഫാവിൻ്റെ മട്ടും ഭാവവും മാറി. ഉടനെ എന്ത് താൻ ചെയ്തു? തൻ്റെ വസ്ത്രം കീറിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-65 വാക്യത്തിൽ കാണുന്നുണ്ട്. നമുക്ക് ഒരു മഹാപുരോഹിതൻ വസ്ത്രം കീറാൻ പാടുണ്ടോ? ലേവ്യ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം, 2-ാം അധ്യായം 21-ാം അധ്യായം 10-ാം വാക്യം, ഈ വേദഭാഗങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരു ലേവ്യന് അല്ലെങ്കിൽ ഒരു പുരോഹിതനെ സംബന്ധിച്ചുള്ള ചില ചിട്ടവട്ടങ്ങളാണ് കാണാൻ കഴിയുന്നത്. അവൻ വസ്ത്രം കീറാൻ പാടില്ല, മുടി പിച്ചി പറിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ അവർക്കുണ്ട്. എന്നാൽ ഇവിടെ കയ്യഫാവ് ഒരു മഹാപുരോഹിതനായിരിക്കെ താൻ ചെയ്തത് എന്താണ്? യേശു ദൈവപുത്രനാണ് അല്ലെങ്കിൽ ക്രിസ്തുവാണ് എന്നുള്ളത് യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയ്യഫാവ് വസ്ത്രം പിടിച്ച് കീറാനിടയായിരുന്നു. അപ്പോൾ അങ്ങനെ കീറിയത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? ആ മഹാപുരോഹിത പൗരോഹിത്യത്തെ എന്ത് ചെയ്യാണ്? താനത് വില കുറച്ച് കണ്ടു, അതിനെ എന്ത് ചെയ്തു? താൻ അലക്ഷ്യമാക്കി കളയുകയാണ്. നമുക്കറിയാം, ഈ വസ്ത്രം കീറുക എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടങ്ങളിലൊക്കെ പ്രതിഷേധം ഒന്ന് പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ ദുഃഖം പ്രകടിപ്പിക്കാനൊക്കെ ആയിട്ട് ആളുകൾ അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ ഇതാ യേശുവിൻ്റെ മശിഹത്വത്തെ, യേശു ക്രിസ്തുവാണെന്നുള്ളത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് താൻ അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ട് എന്ത് ചെയ്യുകയാണ്? കയ്യഫാവ് തൻ്റെ വസ്ത്രം, താൻ ധരിച്ചിരുന്ന ആ ഗൗൺ വലിച്ചു കീറാനിടയായി.
അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ പുരോഹിതന്മാരുടെ ചിട്ടവട്ടങ്ങളെ ഇവിടെ കയ്യഫാവ് ലംഘിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഈ കയ്യഫാവ് എന്താണ് ചെയ്യുന്നത്? ഈ ഔദ്യോഗിക ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലേക്ക് യേശുവിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഔദ്യോഗിക ന്യായാധിപ സംഘം എന്ന് പറയുന്നത് സൻഹെദ്രിനമാണ്. അതാണ് യഹൂദന്മാരുടെ മതകോടതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോടതിക്ക് എങ്ങനെയുള്ള ശിക്ഷയാണ് നടപ്പാക്കാൻ അവർക്ക് അനുമതിയുള്ളത്? വധശിക്ഷ ഒഴികെയുള്ളതായ എല്ലാ ശിക്ഷകളും ഒരു കുറ്റക്കാരൻ്റെ മേൽ അവർക്ക് നടപ്പാക്കാനുള്ള അനുമതി ഉണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് സൻഹെദ്രിൻ സംഘത്തിന്റെ മറ്റൊരു പ്രത്യേകത, അവരുടെ കോടതി ഒരിക്കലും രാത്രിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. അങ്ങനൊരു നിയമം സൻഹെദ്രിൻ സംഘത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കും വെള്ളിയാഴ്ച രാവിലെ അവരെന്ത് ചെയ്യുന്നു, ഈ സന്നിധിൽ സംഘാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. അതൊരു പ്രീ പ്ലാൻഡ് ആണ്. കാരണം മുന്നമേ അവർ ആലോചിച്ച് ഉറപ്പിച്ച് അവരുടെ കുറ്റസംഗതികളെല്ലാം അവർ പരസ്യമായി ചർച്ച ചെയ്ത് ഇനി വന്ന് വിധി നടപ്പാക്കേണ്ട ആവശ്യമുള്ളൂ. ആ നിലയിലാണ് അവരത് രാവിലെ വന്ന് അവർ സംഘം കൂടിയത്. അങ്ങനെ അവൻ മരണയോഗ്യനാണെന്ന് അവർ അവരുടെ നിലകളിൽ കുറ്റം കണ്ടുപിടിച്ച് യേശുവിനെ അവൻ മരണയോഗ്യനാണെന്ന് മുദ്രകുത്തി. എന്നാൽ മരണയോഗ്യനായിരിക്കുന്ന യേശുവിനെ ശിക്ഷിക്കാനുള്ള അനുവാദം സന്നിധിൻ സംഘത്തിനില്ലായിരുന്നു. അതിനുവേണ്ടി അവരെന്താണ് ചെയ്യുന്നത്? റോമാ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രതിനിധിയായ ഗവർണറായിരിക്കുന്ന പീലാത്തോസിന്റെ മുമ്പിലേക്ക് വീണ്ടും യേശുവിനെ കൊണ്ടുപോവുകയാണ്. കാരണം അങ്ങനെ ഒരു വിധി നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഇവരുടെ അജണ്ട അല്ലെങ്കിൽ അവർ എന്താണോ ഉദ്ദേശിച്ചത് അത് പൂർത്തീകരിക്കത്തുള്ളൂ. അങ്ങനെ നേരെ യേശുവിനെ അവർ പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു. പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ ഹാജരാക്കുകയാണ്. ഓക്കെ, നമ്മുടെ സമയം ഇവിടെ കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ശേഷമുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ അടുത്ത ചൊവ്വാഴ്ച രാത്രി 9 മുതലുള്ള സമയം നമുക്ക് ചിന്തിക്കാം. അങ്ങനെ കയ്യഫാവിൻ്റെ മുൻപിൽ, ഹന്നാവിൻ്റെ മുമ്പിലും കയ്യഫാവിൻ്റെ മുമ്പിലും യേശു വിസ്തരിക്കപ്പെട്ടു. എന്നാൽ സാക്ഷികളുടെ അഭാവം നിമിത്തവും കള്ളസാക്ഷികളുടെ വാക്കുകൾ നിമിത്തവും യേശുവിന് മതിയായ കാരണം കണ്ടെത്തി അവനെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവർ നേരെ പീലാത്തോസിന്റെ മുമ്പിലേക്ക് യേശുവിനെ കൊണ്ടുവരുന്ന രംഗമാണ് നമ്മൾ അവസാനമായി കണ്ടത്. അതിൻ്റെ തുടർച്ച അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. ദൈവം നമ്മെ ഇന്ന് രാത്രി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു ഓൾ.